വെൽക്കം ടു എജ്യൂസ് അക്കാഡമി. നമ്മൾ കുറച്ച് ദിവസങ്ങളായിട്ട് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് വൺ ലൈനേഴ്സ് നമ്മൾ ഡിസ്കസ് ചെയ്യായിരുന്നു. അപ്പൊ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഫിസിയോളജിയിൽ നിന്നുള്ള 50 വൺ ലൈനേഴ്സ് ആണ്. വളരെ ശ്രദ്ധിച്ചിരിക്കുക കേട്ടോ, വളരെ ശ്രദ്ധിച്ചിരിക്കുക. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. നിങ്ങൾ എഴുതുന്ന ഏതൊരു നഴ്സിംഗ് എക്സാം ആയിക്കോട്ടെ, JPHN എക്സാം ആയിക്കോട്ടെ, സ്റ്റാഫ് നഴ്സ്, RRB നഴ്സിംഗ് സ്റ്റാഫ് നഴ്സ് എക്സാം, കൂടാതെ നോർസെറ്റ് നഴ്സിംഗ് ഓഫീസർ എക്സാം, ഏത് എക്സാം ആയിക്കോട്ടെ, സാധാരണ ഈ ഏരിയയിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട് കേട്ടോ. അപ്പം ഞാൻ പറയുന്നത് വളരെ വളരെ സീരിയസ് ആയിട്ട് വളരെ നല്ല രീതിയിൽ ശ്രദ്ധിച്ചിരിക്കുക കേട്ടോ. ഇനി നമ്മുടെ എക്സാമിന് അധികം ദിവസമൊന്നുമില്ലല്ലോ, അപ്പം നന്നായിട്ട് ശ്രദ്ധിച്ചിരുന്ന് പഠിക്കുക കേട്ടോ. 1-2 കാര്യം കൂടെ പറഞ്ഞോട്ടെ. നമ്മുടെ JPHന്റെ റിവിഷൻ ബാച്ചിന്റെ അഡ്മിഷൻ നടന്നു വരുന്നു. അപ്പം ആരെങ്കിലും ഇനി ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുക. കൂടാതെ DME സ്റ്റാഫ് നഴ്സിന്റെ പുതിയ ഒരു ബാച്ച് നമ്മൾ ഉടനെ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പം അതിന് അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് നമ്മുടെ ഓഫീസുമായിട്ട് കോൺടാക്ട് ചെയ്യുക, നിങ്ങളുടെ സീറ്റുകൾ ഉറപ്പിക്കുക. നമ്മുടെ സ്റ്റാഫ് നഴ്സ് എക്സാമിന് ഇനി അധികം ദിവസം ഇല്ല. മിക്കവാറും ഒരു ജൂലൈ ഓഗസ്റ്റ് ആയിരിക്കും മിക്കവാറും എക്സാം വരിക. അതിന് ഡേറ്റ് ഉടനെ വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പം സ്റ്റാഫ് നഴ്സ് JPHN എക്സാമിന് ദിവസമേ ഇല്ല, ആകെ ഒരു 23-24 ദിവസം ഉണ്ടാവുള്ളൂ അല്ലെ, 23 ദിവസം ഉണ്ടാവുള്ളൂ. അപ്പോ JPHN എക്സാം വളരെ ഫാസ്റ്റ് ആയിട്ട് പഠിക്കുക, വളരെ നന്നായിട്ട് പഠിക്കുക. സ്റ്റാഫ് നഴ്സ് എക്സാമിന് ഞാൻ പറയാ ഒരു 4 മാസമൊക്കെ നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പൊ നമ്മൾ ഇപ്പൊ തന്നെ നല്ല രീതിയിൽ പഠിക്കുക, നല്ല രീതിയിൽ പ്ലാൻ ചെയ്ത് ഒരു ടൈം ടേബിൾ, ഒരു ഷെഡ്യൂൾ ഒക്കെ ഉണ്ടാക്കി അതനുസരിച്ച് തന്നെ പഠിക്കുക കേട്ടോ. എങ്കിൽ മാത്രമേ നമുക്ക്, ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ ഏകദേശം ഒരു 15ഓളം സബ്ജക്ട്സ് നമുക്കുണ്ട് അല്ലെ പഠിച്ചു തീർക്കാനായിട്ട്. അപ്പം വളരെ നന്നായിട്ട് പഠിക്കുക, സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു ടൈം ടേബിൾ ഉണ്ടാക്കി ആ രീതിയിൽ തന്നെ പഠിക്കുക കേട്ടോ. നമുക്ക് ടൈം കളയാതെ നമുക്ക് നമ്മുടെ ഡിസ്കഷനിലേക്ക് വരാം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഫിസിയോളജിയിൽ നിന്നുള്ള 50 വൺ ലൈനേഴ്സ് ആണ്. ആദ്യത്തെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഹോമിയോസ്റ്റാസിസ് അല്ലെ. ഹോമിയോസ്റ്റാസിസ് എന്താണ്? മെയിൻ്റനൻസ് ഓഫ് സ്റ്റേബിൾ ഇന്റേണൽ എൻവയോൺമെന്റ്. നമ്മുടെ ബോഡിയുടെ ഉള്ളിലുള്ള, അതിനാണ് നമ്മൾ ഇന്റേണൽ എൻവയോൺമെന്റ് എന്ന് പറയുക അല്ലെ. നമ്മുടെ ബോഡിയുടെ ഉള്ളിലെ എൻവയോൺമെന്റിനെ സ്റ്റേബിൾ ആക്കി നിർത്തുക എന്നുള്ളതിനാണ് നമ്മൾ എന്ത് പറയുക? ഹോമിയോസ്റ്റാസിസ്. തെറ്റിപ്പോയത്. ഇനി ഹീമോസ്റ്റാസിസ് ഉണ്ട്. എന്താണ് ഹീമോസ്റ്റാസിസ്? നമ്മുടെ ബ്ലഡ് ക്ലോട്ടിങ് അല്ലെ, അല്ലെങ്കിൽ ബ്ലഡിന്റെ കൊയാഗുലേഷനാണ് നമ്മൾ ഹീമോസ്റ്റാസിസ് എന്ന് പറയുക. പിന്നെന്താണ്? ടോട്ടൽ ബോഡി വാട്ടർ അക്കൗണ്ട്സ് ഫോർ അപ്രോക്സിമേറ്റ്ലി 60% ഓഫ് ബോഡി വെയിറ്റ് ഇൻ അഡൽട്സ് കേട്ടോ. അഡൽട്സിലെ ബോഡി വെയിറ്റിന്റെ 60% ഫ്ലൂയിഡ് അല്ലെങ്കിൽ വാട്ടർ ആണ് കോൺട്രിബ്യൂട്ട് ചെയ്യുക എന്നുള്ളത് ഓർക്കുക. നെക്സ്റ്റ് ഓസ്മോസിസ് എന്താണ്? ഓസ്മോസിസ് മൂവ്മെന്റ് ഓഫ് വാട്ടർ അക്രോസ് എ സെമി പെർമിയബിൾ മെമ്പറൈൻ. ഒരു സെമി പെർമിയബിൾ മെമ്പറൈൻ ഉണ്ടാവും, അതിലൂടെ വാട്ടർ മൂവ് ചെയ്യുന്നത് അല്ലെങ്കിൽ വാട്ടർ ഫ്ലോ ചെയ്യുന്നതിനാണ് നമ്മൾ ഓസ്മോസിസ് എന്ന് പറയുക. നോർമൽ ബ്ലഡ് pH എത്രയാണ്? ബ്ലഡിന്റെ നോർമൽ pH എത്രയാണ്? 7.35 to 7.45 ആണ് ബ്ലഡിന്റെ നോർമൽ ആയിട്ടുള്ള pH വരിക. Then sodium potassium pump is an example of active transport. വളരെ ഇമ്പോർട്ടന്റ് ആണ്, അറിയാമല്ലോ. ആക്റ്റീവ് ട്രാൻസ്പോർട്ട് ഉണ്ട്, പാസീവ് ട്രാൻസ്പോർട്ട് ഉണ്ട്. ആക്റ്റീവ് ട്രാൻസ്പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനർജി യൂട്ടിലൈസ് ചെയ്തിട്ട് ബോഡി ട്രാൻസ്ഫർ ചെയ്യുന്നതിനെയാണ് നമ്മൾ ആക്റ്റീവ് ട്രാൻസ്പോർട്ട് എന്ന് പറയുക. പാസീവ് ട്രാൻസ്പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനർജി യൂസ് ചെയ്യാതെ. എനർജി എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്നത് ATP ആണ്, നമ്മൾ എനർജി സോഴ്സ് ആയിട്ട് യൂസ് ചെയ്യുന്നത് കേട്ടോ. ഈ ഒരു കാര്യം ഓർക്കാം. നെക്സ്റ്റ് നമ്മൾ റീനൽ സിസ്റ്റത്തിൽ നിന്നുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫിസിയോളജി ഓൺലൈനേഴ്സ് ആണ് നോക്കുക. ഒന്നാമതായിട്ട് എന്താണ്? നെഫ്രോൺ ഈസ് ദ ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് കിഡ്നി. കിഡ്നിന്റെ ഫങ്ഷണൽ യൂണിറ്റ് എന്ന് പറയുന്നത് എന്താണ്? നെഫ്രോൺ ആണ്. നെഫ്രോണിന്റെ ഉള്ളിൽ വരുന്ന ഒരു സ്ട്രക്ചർ ആണ് നമ്മൾ ഗ്ലോമറുലസ് എന്ന് പറയുക. അപ്പം എന്താണ്? നെഫ്രോൺ ആണ് ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് ദ കിഡ്നി എന്ന് പറയുക. നോർമൽ GFR എന്താണ്? ഗ്ലോമറുലാർ ഫിൽട്രേഷൻ റേറ്റ് അല്ലെ. ഗ്ലോമറുലാർ ഫിൽട്രേഷൻ റേറ്റ് ആണ്. നോർമൽ എത്രയാ പറയുക? 125 ml/min. ഇമ്പോർട്ടന്റ് ആണ്, പല പ്രാവശ്യം ചോദിച്ചിട്ടുള്ളതാണ്. 125 ml/min അല്ലെങ്കിൽ 180 liters per day കേട്ടോ. ഒരു ദിവസത്തിൽ 180 ലിറ്റർ ആണ്, അല്ലെങ്കിൽ 125 ml/min ആണ് നോർമൽ GFR പറയുക. ADH എന്താണ്? ആന്റി ഡയൂററ്റിക് ഹോർമോൺ അല്ലെ. അതിന്റെ ഫംഗ്ഷൻ എന്താണ്? ഇൻക്രീസസ് ദ വാട്ടർ റീഅബ്സോർപ്ഷൻ ഇൻ ദ കിഡ്നീസ്. നമ്മുടെ കിഡ്നിയിൽ നിന്ന് വാട്ടറിനെ റീഅബ്സോർബ് ചെയ്യുന്നത്, ഇൻക്രീസ് ചെയ്യുന്നത് അല്ലെങ്കിൽ അതിനെ ത്വരിതപ്പെടുത്തുന്ന ആരാണ്? ADH ആണ്. നെക്സ്റ്റ് റീനൽ ത്രെഷോൾഡ് ഫോർ ഗ്ലൂക്കോസ് ഈസ് അപ്രോക്സിമേറ്റ്ലി 180 mg/dL. എന്താണ് റീനൽ ത്രെഷോൾഡ് എന്ന് പറയുക? അതായത് നമ്മുടെ ബ്ലഡില് ഷുഗർ ഉണ്ടാവും അല്ലെങ്കിൽ ഗ്ലൂക്കോസ് കണ്ടന്റ് ഉണ്ടാവും. സോ ആക്ച്വലി ഒരു സ്റ്റേജ് വരെ എത്തുമ്പോൾ, അതായത് നമ്മുടെ ബ്ലഡിലെ ഗ്ലൂക്കോസിന്റെ കണ്ടന്റ് ഒരു ലെവൽ വരെ എത്തുന്നത് വരെ അത് ആക്ച്വലി കിഡ്നീസിൽ കൂടെ എക്സ്ക്രീറ്റ് ചെയ്യാറില്ല. മനസ്സിലായോ? അതായത് നമ്മുടെ ബ്ലഡിൽ ഷുഗർ ഉണ്ട് അല്ലെങ്കിൽ ഗ്ലൂക്കോസ് ഉണ്ട്. നോർമൽ നമ്മൾ സാധാരണ 70 to 140 പറയും അല്ലെ. എന്ന് വെച്ചാൽ ഇങ്ങനെ എന്താണ്? ബോഡി നോർമലി അതങ്ങ് റെഗുലേറ്റ് ചെയ്തോളും. യൂറിനിലെ ഷുഗറിന്റെ പ്രസൻസ് കാണില്ല. അപ്പം ഈ യൂറിനിൽ കൂടെ അല്ലെങ്കിൽ കിഡ്നീസിൽ കൂടെ ഗ്ലൂക്കോസ് പുറത്തേക്ക് പോകുന്നത് ബ്ലഡ് ഷുഗർ ലെവല് ഒരു 180 mg/dL വരെ കിഡ്നീസ് അതിനെ പ്രിവെന്റ് ചെയ്യും. മനസ്സിലാവുന്നുണ്ടോ? അതായത്
ബ്ലഡ് ഷുഗർ ലെവൽ 180 മില്ലിഗ്രാം പെർ ഡെസിലിറ്ററിൽ കൂടുതലാണെങ്കിൽ എന്താ സംഭവിക്കുക? ഈ ഗ്ലൂക്കോസ് മോളിക്യൂൾസ് നമ്മുടെ യൂറിനിൽ കൂടെ അല്ലെങ്കിൽ കിഡ്നീസ് ഫിൽട്ടർ ചെയ്ത് പുറത്തേക്ക് ഈ ഗ്ലൂക്കോസ് മോളിക്യൂൾസ് പോകും കേട്ടോ. അതിനാണ് നമ്മൾ ഗ്ലൈക്കോസ് യൂറിയ എന്ന് പറയുക. അപ്പം റീനൽ ത്രെഷോൾഡ് ഫോർ ഗ്ലൂക്കോസ് എന്ന് പറയുന്നത് 180 മില്ലിഗ്രാം പെർ ഡെസിലിറ്റർ ആണ് ചോദിക്കാം കേട്ടോ. നെക്സ്റ്റ്, കിഡ്നീസ് റെഗുലേറ്റ് ഫ്ലൂയിഡ്, ഇലക്ട്രോലൈറ്റ് ആൻഡ് pH ബാലൻസ്. കിഡ്നീസ് എന്തൊക്കെയാ ചെയ്യുക? ഫ്ലൂയിഡിനെ റെഗുലേറ്റ് ചെയ്യുന്നുണ്ട്, ഇലക്ട്രോലൈറ്റിനെ റെഗുലേറ്റ് ചെയ്യുന്നുണ്ട്, pH-നെയും റെഗുലേറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. നെക്സ്റ്റ്, ഹെമറ്റോളജിയിൽ നിന്നുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫിസിയോളജി പോയിന്റ്സ് ആണ് പറയുക. ആവറേജ് ബ്ലഡ് വോളിയം ഇൻ അഡൽട്ട് ഈസ് 5 to 6 ലിറ്റേഴ്സ്. അതായത് ഒരു അഡൽട്ടിലെ ആവറേജ് ബ്ലഡ് വോളിയം എന്ന് പറയുന്നത് 5 മുതൽ 6 ലിറ്റർ വരെയാണ്. നോർമൽ ഹീമോഗ്ലോബിൻ ഇൻ മെയിൽസ് എത്രയാണ്? 13 to 17 ഗ്രാം പെർ ഡെസിലിറ്റർ. ഇതൊക്കെ പഠിക്കുമ്പോൾ നമ്മൾ എന്താണ് യൂണിറ്റ് ഉൾപ്പെടെ പഠിക്കുക. ഈ യൂണിറ്റ് ഒക്കെ മാറ്റിയിട്ട് ട്രിക്കി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കും. ഫീമെയിൽസിലാണെങ്കിലോ 12 to 15 ഗ്രാം പെർ ഡെസിലിറ്റർ ആണ്. ലൈഫ് സ്പാൻ ഓഫ് RBC റെഡ് ബ്ലഡ് സെല്ലിന്റെ ലൈഫ് സ്പാൻ എത്രയാണ്? 120 ഡേയ്സ് ആണ്. പ്ലാറ്റ്ലെറ്റ്സ് ആർ ഫോംഡ് ഇൻ ബോൺ മാരോ ആൻഡ് ലൈഫ് സ്പാൻ ഇസ് 8 to 10 ഡേയ്സ്. Then hematopoiesis occurs in red ബോൺ മാരോ കേട്ടോ. നെക്സ്റ്റ്, എരിത്രോപോയിറ്റിൻ കേട്ടോ. എരിത്രോപോയിറ്റിൻ ഈസ് സെക്രീറ്റഡ് ബൈ ദ കിഡ്നീസ്. എരിത്രോപോയിറ്റിൻ എന്ന് പറയുന്നത് എന്താണ്? അതൊരു ഹോർമോൺ ആണ്. ഇത് ആരാ സെക്രീറ്റ് ചെയ്യുന്നത്? കിഡ്നീസ് ആണ് സെക്രീറ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ്, വൈറ്റമിൻ B12 ആൻഡ് ഫോളിക് ആസിഡ് ആർ എസെൻഷ്യൽ ഫോർ RBC മെച്ചുറേഷൻ. അതായത് RBC ഫോം ചെയ്തതിന് ശേഷം അത് മെച്ചുർ ആകാനായിട്ട് അല്ലെങ്കിൽ അത് ഡെവലപ്പ് ആകാനായിട്ട് ഇമ്പോർട്ടന്റ് ആയിട്ട് വേണ്ടത് എന്തൊക്കെയാണ്? വൈറ്റമിൻ B12 ഉം ഫോളിക് ആസിഡും. നെക്സ്റ്റ്, ബ്ലഡ് ഗ്രൂപ്പ് ഈസ് ഡിറ്റർമിൻഡ് ബൈ ആന്റിജൻസ് ഓൺ RBC. റെഡ് ബ്ലഡ് സെൽസിലെ ആന്റിജൻസ് ആണ് ബ്ലഡ് ഗ്രൂപ്പിന് ഡിറ്റർമിൻ ചെയ്യുന്നത്. നോർമൽ WBC അതായത് വൈറ്റ് ബ്ലഡ് സെൽ കൗണ്ട് എത്രയാണ്? 4000 to 11,000 സെൽസ് പെർ മില്ലിമീറ്റർ ക്യൂബ് ആണ്. നെക്സ്റ്റ്, ഇൻസുലിൻ ക്ലിയറൻസ്. തെറ്റിപ്പോകരുത്, ഇൻസുലിൻ അല്ല. ഇൻസുലിൻ ക്ലിയറൻസ് ഈസ് യൂസ്ഡ് ടു മെഷർ ദ ട്രൂ GFR, ട്രൂ ഗ്ലോമറുലാർ ഫിൽട്രേഷൻ റേറ്റ് അസസ് ചെയ്യാനായിട്ട് നമ്മൾ സാധാരണ നോക്കുന്ന പാരാമീറ്റർ എന്ന് പറയുന്നത് ഇൻസുലിൻ ക്ലിയറൻസ് ആണ് കേട്ടോ. ഇത് ഒരു പ്രീവിയസ് സ്റ്റാഫ് നഴ്സ് PSC എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ ആക്ച്വലി ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ചെയ്ത ഒരു കാര്യമായിരുന്നു. നെക്സ്റ്റ്, കാർഡിയോളജിയിൽ നിന്നുള്ള പോയിന്റ്സ് ആണ്. ദ പേസ് മേക്കർ ഓഫ് ഹാർട്ട് ഇസ് SA നോഡ്. സൈനോ എട്രിയൽ നോഡാണ് ഹാർട്ടിന്റെ പേസ് മേക്കർ എന്ന് പറയുക. നോർമൽ ഹാർട്ട് റേറ്റ് എന്ന് പറയുമ്പോൾ 60 to 100 ബീറ്റ്സ് പെർ മിനിറ്റ് ആണ് ഇൻ അഡൽട്സ്. കാർഡിയാക് സൈക്കിൾ ഡ്യൂറേഷൻ ഈസ് അപ്രോക്സിമേറ്റ്ലി 0.8 സെക്കൻഡ് ആണ്. ഇമ്പോർട്ടന്റ് ആണ്. കാർഡിയാക് ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ഹാർട്ട് റേറ്റ് ഇൻറ്റു സ്ട്രോക്ക് വോളിയം. കാർഡിയാക് ഔട്ട്പുട്ട് എന്ന് പറയുമ്പോൾ എന്താ സംഭവം? നമ്മുടെ ഹാർട്ടിൽ നിന്ന് എത്രത്തോളം ബ്ലഡ് ആണോ ഒരു മിനിറ്റിൽ പമ്പ് ഔട്ട് ചെയ്ത് പുറത്തേക്ക് പോകുന്നത്, അതിനാണ് നമ്മൾ കാർഡിയാക് ഔട്ട്പുട്ട് എന്ന് പറയുക. അതിന്റെ ഫോർമുലയാണ് ഹാർട്ട് റേറ്റ് ഇൻറ്റു സ്ട്രോക്ക് വോളിയം. അപ്പൊ ഹാർട്ട് റേറ്റ് നമ്മൾ സാധാരണ ഒരു 72 ആണ് നമ്മൾ പറയുക. സ്ട്രോക്ക് വോളിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ പ്രാവശ്യവും ലെഫ്റ്റ് വെൻട്രിക്കിൾ എത്രയാണോ ബ്ലഡ് പമ്പ് ഔട്ട് ചെയ്യുന്നത് കേട്ടോ, അത് അപ്രോക്സിമേറ്റ്ലി ഒരു 70 ആണ് പറയുക. ഒരു റേഞ്ച് പറഞ്ഞാൽ 60 to 100 ഒക്കെ പറയും. എന്നാലും സ്ട്രോക്ക് വോളിയം നമ്മൾ ഒറ്റ വാല്യൂ ആയിട്ട് പറയുമ്പോൾ നിയർലി 70 ml ആണ് വരിക. അപ്പം ഈ 70 into 72 നിയർലി എത്ര വരും? ഒരു 5 ലിറ്ററോളം വരും. അതാണ് ഈ പറയുന്നത്. കാർഡിയാക് ഔട്ട്പുട്ട് എത്രയാണ്? 5 liters per minute കേട്ടോ. അറ്റ് റെസ്റ്റ് കേട്ടോ. അറ്റ് റെസ്റ്റ് ഇരിക്കുമ്പോൾ കാർഡിയാക് ഔട്ട്പുട്ട് എത്രയാണ്? അറ്റ്ലീസ്റ്റ് ഒരു അപ്രോക്സിമേറ്റ്ലി ഒരു 5 liters per minute ആണെന്ന് ഓർക്കാം. നെക്സ്റ്റ്, നോർമൽ റെസ്പിറേറ്ററി റേറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? 12 to 20 breaths per minute ആണ്. ടൈഡൽ വോളിയം എന്ന് പറഞ്ഞാൽ എന്താണ്? 500 ml ആണ്. എന്താ ടൈഡൽ വോളിയം? ഓരോ പ്രാവശ്യവും നമ്മൾ റെസ്പിറേഷൻ അല്ലെങ്കിൽ ഇൻഹലേഷൻ എടുക്കുമ്പോൾ എത്രത്തോളം എയർ ആണോ ഉള്ളിലേക്ക് വരുന്നത് അല്ലെ, അതിനാണ് നമ്മൾ ടൈഡൽ വോളിയം എന്ന് പറയുക. നെക്സ്റ്റ്, ഗ്യാസ് എക്സ്ചേഞ്ച് എവിടെ ഒക്കർ ചെയ്യുന്നത്? ലങ് ആൽവിയോളൈ കേട്ടോ. ലങ് ആൽവിയോളയിലാണ് ഗ്യാസ് എക്സ്ചേഞ്ച് നടക്കുക. നെക്സ്റ്റ്, സർഫാക്ടൻ റെഡ്യൂസസ് സർഫസ് ടെൻഷൻ ഇൻ ദ ആൽവിയോളൈ. നമ്മുടെ ആൽവിയോളയിലെ സർഫസ് ടെൻഷൻ കുറയ്ക്കുന്നത് ആരാണ്? സർഫാക്ടന്റ് ആണ്. ഈ സർഫാക്ടന്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സെൽ ഏതാണ്? Type 2 alveolar cells. ഇമ്പോർട്ടന്റ് ആണ്. നെക്സ്റ്റ്, ഹെറിംഗ് ബ്രൂവർ റിഫ്ലെക്സ് പ്രിവെന്റ്സ് ഓവർ ഇൻഫ്ലേഷൻ ഓഫ് ദ ലങ്സ്. അതായത് ലങ്സിന്റെ ഓവർ ഇൻഫ്ലേഷൻ, അതായത് കൂടുതലായിട്ട് ഇൻഫ്ലേറ്റ് ചെയ്യുന്നത് പ്രിവെന്റ് ചെയ്യുന്ന റിഫ്ലെക്സിന്റെ പേര് എന്താണ്? ഹെറിംഗ് ബ്രൂവർ റിഫ്ലെക്സ് ആണ്. ഇമ്പോർട്ടന്റ് ആണ്, എക്സാമിന് ചോദിക്കാം. നെക്സ്റ്റ്, ന്യൂറോൺസ് ആർ ദ ഫങ്ഷണൽ യൂണിറ്റ്സ് ഓഫ് നെർവസ് സിസ്റ്റം കേട്ടോ. നെർവസ് സിസ്റ്റത്തിന്റെ ഫങ്ഷണൽ യൂണിറ്റ് എന്താണ്? ന്യൂറോൺസ് ആണ്. മൈലിൻ ഷീത്ത് ഇൻക്രീസസ് ദ സ്പീഡ് ഓഫ് നെർവ് കണ്ടക്ഷൻ. ഇമ്പോർട്ടന്റ് ആണ്. നമ്മുടെ നെർവ്സിലെ ന്യൂറോണിലെ കണ്ടക്ഷൻ ഇൻക്രീസ് ചെയ്യുന്നതിന്റെ സ്പീഡ് ഇൻക്രീസ് ചെയ്യുന്ന ആരാണ്? മൈലിൻ ഷീത്ത് ആണ്. സിമ്പത്തറ്റിക് സിസ്റ്റം പ്രിപ്പയർസ് ദ ബോഡി ഫോർ ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് കേട്ടോ. ഫൈറ്റ് അല്ലെങ്കിൽ ഫ്ലൈറ്റിന് നമ്മുടെ ബോഡിയെ പ്രിപ്പയർ ചെയ്യുന്ന ആരാണ്? സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം ആണ്. എന്നാൽ പാരാസിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം എന്താണ്? പ്രൊമോട്ട്സ് റെസ്റ്റ് ആൻഡ് ഡൈജഷൻ കേട്ടോ. റെസ്റ്റിനെയും ഡൈജഷനെയും ഒക്കെ പ്രൊമോട്ട് ചെയ്യുന്നതാണ് പാരാസിമ്പത്തറ്റിക് സിസ്റ്റം ചെയ്യുക. റെസ്റ്റിംഗ് മെംബ്രെയിൻ പൊട്ടൻഷ്യൽ ഓഫ് ന്യൂറോൺസ് ഈസ് അപ്രോക്സിമേറ്റ്ലി -70 millivolt. Then skeletal muscles are under voluntary control. അതായത് നമുക്ക് കൺട്രോൾ ചെയ്യാൻ കഴിയുന്നതാണ് സ്കെലറ്റൽ മസിൽസ്. ലിഗമെന്റ്സ് എന്താണ്? ബോണിനെയും തമ്മിൽ കണക്ട് ചെയ്യുന്നതാണ് എന്ത്? ലിഗമെന്റ്സ്. ഇമ്പോർട്ടന്റ് ആണ്. ടെൻഡൻസ് ആണെങ്കിലോ
മസിൽ ടു ബോൺ കേട്ടോ, മസിലിനെ നമ്മുടെ എല്ലുമായിട്ട് അല്ലെങ്കിൽ ബോണുമായിട്ട് കണക്ട് ചെയ്യുന്ന സ്ട്രക്ചറാണ് എന്ത് പറയുക, ടെൻഡോൺ എന്ന് പറയുക. ദെൻ റൈഗർ മോട്ടിസ്. എന്താ റൈഗർ മോട്ടിസ്? ഒക്കേഴ്സ് ഡ്യൂ ടു ആബ്സെൻസ് ഓഫ് ATP കേട്ടോ. റൈഗർ മോട്ടിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ സാധാരണ ഒരു മനുഷ്യന്റെ മരണം സംഭവിച്ചതിന് ശേഷം ഒരു 1 to 2 hours കഴിയുമ്പോഴത്തേക്ക് ബോഡി ഒന്ന് സ്റ്റിഫ് ആവും അല്ലെ. സോ അതിനാണ് നമ്മൾ റൈഗർ മോട്ടിസ് എന്ന് പറയുക. ഇത് എന്തുകൊണ്ടാണ് ഉണ്ടാകുക? ATPയുടെ ആബ്സെൻസ് കൊണ്ടാണ് റൈഗർ മോട്ടിസ് ഉണ്ടാകുക. നെക്സ്റ്റ്, ബോട്ടുലിനം ടോക്സിൻ ഇൻഹിബിറ്റ്സ് അസറ്റൈൽ കോളിൻ റിലീസ് ആൻഡ് കോസ് ഫ്ലാസിഡ് പാരാലിസിസ്. അസറ്റൈൽ കോളിൻ എന്താണ്? ഒരു ന്യൂറോ ട്രാൻസ്മിറ്റർ ആണ്. സോ അതിന്റെ റിലീസിനെ ഇൻഹിബിറ്റ് ചെയ്യുന്നത് കാരണം ഫ്ലാസിഡ് പാരാലിസിസ് ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. എന്താണ്? ബോട്ടുലിനം ടോക്സിൻ. നെക്സ്റ്റ്, എൻഡോക്രൈനോളജി ആണ്, വളരെ ഇമ്പോർട്ടന്റ് ആണ്. പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ഇസ് ദ മാസ്റ്റർ ഗ്ലാൻഡ്. മാസ്റ്റർ ഗ്ലാൻഡ് ഇതാണ്, പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ആണ്. ഇൻസുലിൻ ഇസ് സെക്രീറ്റഡ് ബൈ ദ ബീറ്റാ സെൽസ് ഓഫ് പാൻക്രിയാസ് അല്ലെ. നമ്മുടെ പാൻക്രിയാസിലെ ബീറ്റാ സെൽസ് ആണ് എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ഇൻസുലിൻ സെക്രീറ്റ് ചെയ്യുന്നത്. ഗ്ലൂക്കോഗോൺ എന്താ ചെയ്യുന്നത്? ബ്ലഡ് ഗ്ലൂക്കോസ് ലെവലിനെ ഇൻക്രീസ് ചെയ്യും. ഇൻസുലിൻ ആണെങ്കിലോ ഈ ഇൻക്രീസ് ആയ ബ്ലഡ് ഗ്ലൂക്കോസ് ലെവലിനെ കുറയ്ക്കും അല്ലെ. കോർട്ടിസോൾ എന്താണ്? സ്ട്രെസ് ഹോർമോൺ ആണ്, പ്രൊഡ്യൂസ്ഡ് ബൈ അഡ്രിനൽ കോർട്ടെക്സ് കേട്ടോ. അഡ്രിനൽ കോർട്ടെക്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്ട്രെസ് ഹോർമോൺ ആണ് എന്ത്? കോർട്ടിസോൾ എന്ന് പറയുന്നത്. പാരാതൈറോയ്ഡ് ഹോർമോൺ എന്താ ചെയ്യുന്നത്? ഇൻക്രീസസ് ദ ബ്ലഡ് കാൽഷ്യം കേട്ടോ. ബ്ലഡില് കാൽഷ്യം ലെവലിൽ ഇൻക്രീസ് ചെയ്യുന്നതാണ് ആര് ചെയ്യുന്നത്? പാരാതൈറോയ്ഡ് ചെയ്യുന്നത്. നെക്സ്റ്റ്, ഫെർട്ടിലൈസേഷൻ ഒക്കേഴ്സ് എവിടെയാണ്? അതായത് ഫീമെയിൽ റിപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഈ ഫെർട്ടിലൈസേഷൻ യൂഷ്വലി ഒക്കേഴ്സ് എവിടെയാണ്? ആംബുള്ള ഓഫ് ദ ഫെലോപ്പിയൻ ട്യൂബ് കേട്ടോ. ഫെലോപ്പിയൻ ട്യൂബിന്റെ ആംബുള്ളയിലാണ് ഫെർട്ടിലൈസേഷൻ നടക്കുക. പ്ലാസന്റ സെക്രീറ്റ്സ് HCG ഡ്യൂറിങ് ഏർലി പ്രഗ്നൻസി. ഏർലി പ്രഗ്നൻസിയിൽ HCG സെക്രീറ്റ് ചെയ്യുന്ന ഓർഗൻ ഏതാണ്? പ്ലാസന്റ ആണ് കേട്ടോ, പ്ലാസന്റ ആണ്. നെക്സ്റ്റ്, ദ സർജ് ഓഫ് ലൂട്ടിനൈസിംഗ് ഹോർമോൺ ഇസ് റെസ്പോൺസിബിൾ ഫോർ ഓവുലേഷൻ. ഓവുലേഷൻ റെസ്പോൺസിബിൾ ആകുന്ന എന്താണ്? LH സർജ് അല്ലെങ്കിൽ ലൂട്ടിനൈസിംഗ് ഹോർമോണിന്റെ സർജ് ആണ്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ലാർജസ്റ്റ് ഹ്യൂമൻ സെൽ ഓവമാണ്. ലാർജസ്റ്റ് ഹ്യൂമൻ സെൽ. സ്മോളസ്റ്റ് ഹ്യൂമൻ സെൽ ആണെങ്കിലോ സ്പേം സെൽ ആണ്. ഇമ്പോർട്ടന്റ് ആണ്. സ്മോളസ്റ്റ് ഹ്യൂമൻ സെല്ല് സ്പേം സെല്ലാണ്. ലാർജസ്റ്റ് ഹ്യൂമൻ സെല്ല് O ആണ്. അപ്പൊ നമ്മൾ വളരെ ഞാൻ അതാ പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫിസിയോളജിയിൽ നിന്നുള്ള 50 വൺ ലൈനേഴ്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. വളരെ നന്നായിട്ട് പഠിക്കുക. ഞാൻ പറഞ്ഞതുപോലെ ഇനി എക്സാംസിന് വളരെ ദിവസമൊന്നുമില്ല. നിങ്ങളുടെ സ്റ്റഡി പാറ്റേണും സ്റ്റഡി ടൈമും ഒക്കെ ഒന്നുകൂടെ ഗിയറപ്പ് ചെയ്യുക. വളരെ ആത്മാർത്ഥമായിട്ട് പഠിക്കുക. നന്നായിട്ട് പഠിച്ച് എല്ലാവർക്കും വിജയങ്ങൾ ലഭിക്കട്ടെ എന്ന് ആശംസിച്ചുകൊള്ളുന്നു കേട്ടോ. നമുക്ക് നെക്സ്റ്റ് ഡേ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.